പറഞ്ഞാൽ കുത്തക മുതലാളിത്തത്തിന്റെയും ഭൂപ്രഭുത്വത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും താല്പര്യ സംരക്ഷണത്തിന്റെ ഉപകരണമാണ് ഇന്ത്യൻ ഭരണകൂടം. ആ ഭരണകൂടത്തിലെ 4 ഭാഗമാണ് ഞാൻ പറഞ്ഞത്. 1 എക്സിക്യൂട്ടീവ്, 2 ജുഡീഷ്യറി, 3 ലെജിസ്ലേച്ചർ, 4 ഈ 4th എസ്റ്റേറ്റ് എന്ന് പറയുന്ന പത്രം, മാധ്യമം. ആ മാധ്യമത്തിൽ നമുക്കൊന്നുമില്ല, ആകെ ഒരു ദേശമായി ഒരു ജനീവോ അല്ലേ? പിന്നെ കൈകളിലൊക്കെ ഇപ്പൊ തന്നെ ആള് കാണുന്നില്ല, ശരിക്കും നമ്മൾ തന്നെ കാണുന്നില്ല. എല്ലാം പറന്നിങ്ങടെ വെക്കുക. അതല്ല, അതിൻ്റെ എല്ലാം പിന്നിൽ മൂലധന ശക്തികളാണ്. നിങ്ങൾക്കല്ല അദാനി അംബാനി ഒക്കെ ഇതിന്റെ പിന്നിലുള്ളത്. അവന്റെ താല്പര്യം സംരക്ഷിക്കാനുള്ള മാധ്യമ ശൃംഖലയാണ്. അതാണ് ബോധപൂർവ്വം ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, ഗവൺമെന്റ് വിരുദ്ധത. ഇനി ജുഡീഷ്യറി ഏതെങ്കിലും മജിസ്ട്രേറ്റ് മത്സരിക്കലുണ്ട? ഞാൻ ഇന്ന സ്ഥാനത്തേക്ക് മജിസ്ട്രേറ്റായിട്ട് മത്സരിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം വോട്ട് എനിക്ക് തരണമെന്നോ ഏതെങ്കിലും മജിസ്ട്രേറ്റ് പറഞ്ഞാൽ? ഏതെങ്കിലും ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് പറഞ്ഞോ, അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് പറഞ്ഞോ, അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ജഡ്ജി പറഞ്ഞോ, സുപ്രീം കോടതിയിലെ ജഡ്ജി പറഞ്ഞോ? ഇല്ല. അത് ഇവിടെ തന്നെയാണ് അല്ലേ? പണ്ടേകളിൽ തന്നെയാണ്. അത് ഉമ്മൻചാണ്ടി ഉള്ളപ്പോഴും അതേ ജഡ്ജി തന്നെയാണ്. ഉമ്മൻചാണ്ടി പോയിട്ടിപ്പോ പിണറായി ഉള്ളപ്പോഴും അതേ ജഡ്ജി തന്നെയാണ്. വ്യത്യാസമൊന്നുമില്ല. അതേ ഭരണകൂട വ്യവസ്ഥ തന്നെയാണ്. അതാ ജുഡീഷ്യറി. ജുഡീഷ്യറി നമ്മുടേതാണോ? നമ്മുടെ വർഗത്തിന്റെയാണോ? അല്ല. പത്രമല്ല എന്ന് ആദ്യം പറഞ്ഞില്ലേ? അല്ല, രണ്ടുമല്ല. പിന്നെ ഏതാ? എക്സിക്യൂട്ടീവ് നമ്മുടേതാണോ? എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ ഭരണ നിർവഹണ സംവിധാനത്തിന്റെ എല്ലാം അടിമുടി, IAS IPS ഉൾപ്പെടെ എല്ലാം ഒരുത്തനീരുടെ കണ്ടില്ലേ നിങ്ങൾ? IAS തന്നെയാണ്, തരക്കേടില്ല. IAS എന്താ പണി? ഹിന്ദു IASനെ വേർതിരിക്കുക. അങ്ങനെ വേർതിരിച്ചാൽ കുറച്ച് അബദ്ധമാണെന്ന് മനസ്സിലാക്കി ആ ചങ്ങാതി തന്നെ പറഞ്ഞു, ഇനി മുസ്ലിം വിഭാഗത്തെയും വേർതിരിക്കാൻ. ഒരേ ആളെന്നെ. ഇവന്റെ എല്ലാം തലയിൽ എന്താ പറ്റിപ്പോയതെന്നാണ് പത്രത്തിൽ എഴുതിക്കോ. അവർക്ക് എന്താ തലക്ക് പറ്റി പോയത് എന്നുള്ളത് സാധാരണ ചോദ്യമല്ലേ, മനുഷ്യന്റെ ചോദ്യമല്ലേ? എന്തു പറ്റി? ഒരാളെന്നെ ആദ്യം ഹിന്ദുവാക്കുക, പിടിക്കപ്പെട്ടപ്പോ മുസ്ലിമുമാക്കുക. അപ്പൊ ഞാൻ രണ്ടിനും കാണുന്നതാണ്. ആ രീതിയിലല്ലേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതിപ്പോ കേസായിരിക്കുകയാണ്. അതാ IAS IPS ഉൾപ്പെടെയുള്ള ഇവരെല്ലാം തൊഴിലാളി വർഗ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി വർഗക്കൂറോടെ പിണറായി വിജയന്റെ ഭരണ സംവിധാനത്തിന് വേണ്ടി നിലകൊള്ളും എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ശുദ്ധാസംബന്ധം. അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. എന്നാൽ നയപരമായ കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിനെ നിയന്ത്രിക്കുന്നത്. നയപരമായ കാര്യം, ഗവൺമെന്റിന് നയപരമായ കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോകാം. ഒരു ഉദാഹരണം, UAPAക്ക് CPM എതിരാണ്. UAPA ചുമത്തുന്നതിനോട് CPIMന്റെ സെൻട്രൽ കമ്മിറ്റിക്കോ പാർട്ടിക്കോ യോജിപ്പില്ല. എന്നാൽ കേരളത്തിൽ UAPA ചുമത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് വെച്ചുകൊണ്ടാണോ പോലീസുകാർ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഇവിടെ UAPA ചുമത്തുന്നത്? അല്ല. പിന്നെ അവിടെ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാൻ എങ്ങനെയാ പറ്റുക? അത് സ്ക്രൂട്ടിനിക്ക് വേണ്ടി ഗവൺമെന്റിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഗവൺമെന്റ് തീരുമാനിക്കാം. അത്രയേ വഴിയുള്ളൂ. അതാണ് പരിമിതി. ഇതെല്ലാമാണ് പരിമിതി. ഇത് EMS പണ്ടേ 1957 സഖാവ് EMS പറഞ്ഞതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റ് ആണ് എന്നുള്ളതുകൊണ്ട് ഈ ഗവൺമെന്റിന് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ വർഗപരമായ കാഴ്ചപ്പാട് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ഭരണകൂട വ്യവസ്ഥയില്ല. എക്സിക്യൂട്ടീവ് നമ്മളതല്ല, ജുഡീഷ്യറി നമ്മളതല്ല, ലെജിസ്ലേച്ചറിലുള്ള ഭൂരിപക്ഷം മാത്രമാണ്. അത് 5 കൊല്ലം കൂടുമ്പോൾ വരും. ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോൽക്കും. ഇതിന്റെ ഭാഗമായിട്ട് മാത്രം ഭാവി നിർണ്ണയിക്കാനാവില്ല പൂർണ്ണമായിട്ട്. എന്നാൽ നമ്മുടെ കേരളത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാം. അതിലൊന്നാണ് ജന്മിത്വം അവസാനിപ്പിച്ചത്. നല്ല അടവ് ഉപയോഗിച്ചിട്ട് അവർ അവസാനിപ്പിച്ചത് കേട്ടാ. നല്ല അടവാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എങ്ങനെ ഈ മൗലികമായ ഭരണകൂട വ്യവസ്ഥക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് ഈ കാർഷിക ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കാനായി എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ച്. തന്ത്രപരമായിരുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സഖാവ് CH കണാരൻ. കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നടപ്പിലാക്കണം, അത് പാസ്സാക്കണം. ആദ്യം നിയമം മൗലികാവകാശം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജന്മിയുടെ സ്വത്ത് പിടിച്ചെടുക്കാൻ അവകാശമില്ല. എന്താ ചെയ്യാ? പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് സഖാവ് CH, അനുഭവം തന്നെ കേട്ടാ. അദ്ദേഹം LLB ഒന്നുമില്ല. CH കണാരൻ പറഞ്ഞ ഒരു പുതിയ പദം, ആ പദം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എന്നറിയാം, നാമമാത്രമായ പ്രതിഫലം കൊടുത്തുകൊണ്ട്. പ്രതിഫലം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് വേണം? പ്രതിഫലം കൊടുക്കണം. ആ പ്രതിഫലത്തിന്റെ പേരാണ് ഇന്ന്
നാമമാത്രമായ പ്രതിഫലം കൊടുത്തുകൊണ്ട് ജന്മിത്വം അവസാനിപ്പിക്കാം. ഭരണഘടനയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല. എത്ര സുന്ദരമായിട്ടാണ് ഭരണഘടനയെ നമ്മൾ കൃത്യമായിട്ട് അഭിസംബോധന ചെയ്തത്. നാമമാത്രമായത് ആദ്യം പറഞ്ഞു, പിന്നെ ആ നാമമാത്രമായ പ്രതിഫലം ഗവൺമെൻറ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ജന്മിത്വം അവസാനിപ്പിച്ചത് കേരളത്തിൽ. ആ ബില്ലിന് അംഗീകാരം കിട്ടിയത്, ആ കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസ്സാക്കിയത് ഈ അടിസ്ഥാനത്തിലാണ്. പ്രതിഫലം കൊടുക്കാതെ എടുക്കാൻ പറ്റില്ല. പ്രതിഫലം കൊടുക്കാം, ഗവൺമെൻറ് പറഞ്ഞു പ്രതിഫലം കൊടുക്കാം. എങ്ങനെ? അത് വളരെ മെല്ലിയ പറയുന്നു. എന്നത് നാമമാത്രമായ പ്രതിഫലം. മനസ്സിലായി? ഇങ്ങനെ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനിയും ചെയ്യാൻ സാധിക്കും. ഈ കേരളത്തിന് ഇനിയും മുന്നോട്ടേക്ക് പോകാൻ കഴിയും. അങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്ന നിരവധി മാർഗങ്ങളിലൂടെ ഈ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയെ മുന്നോട്ടേക്ക് നയിച്ച് നമ്മുടെ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാം, നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നം പരിഹരിക്കാം, ഒരു ഹാപ്പിനെസ്, ആഹ്ലാദകരമായ ഒരു സമൂഹത്തിലേക്ക് കേരളത്തെ നയിക്കാം. അതിനെല്ലാം ഒരു പുതിയ കേരളത്തിന്റെ അസ്ഥിവാരമാണ് നമ്മളിവിടെ രൂപപ്പെടുത്തി വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് സാധിക്കുന്ന ഒരു പാർട്ടിയായിരിക്കണം CPIM. അതിന് സാധിക്കുന്ന ഒരു പാർട്ടിയാവുമ്പോൾ നമ്മൾ ഗൗരവപൂർവ്വം കാണണം. നിങ്ങളുടെ തൊട്ടടുത്ത സമ്മേളനത്തിൽ നിന്നാണല്ലോ മധു ഇറങ്ങിപ്പോയത് അല്ലേ? മുല്ലശ്ശേരി മധു ഇറങ്ങിപ്പോയി. എന്താ കാരണം? അവിടെ ഏരിയ സമ്മേളനം നടന്നപ്പോൾ ഏരിയ സമ്മേളനത്തിൽ അതിനിശ്ചിതമായ വിമർശനം വന്നു ഈ ചങ്ങായിനെ പറ്റി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരൊറ്റയാളും എന്നെ വിമർശിച്ചില്ല. കണ്ടില്ലേ, എന്നെ ഒരാളും വിമർശിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഉറപ്പായി എനിക്ക് വേറെ ഒരാളോടും ചോദിക്കേണ്ട കാര്യമില്ല, പൂർണ്ണ വിമർശനമായിരിക്കും. എല്ലാവരും വിമർശിച്ചു എന്നുള്ളത് സത്യമല്ലേ? ഞാൻ ആരോടും ചോദിക്കാൻ പോയില്ല, ജോയിയോടോ കടകംപള്ളിയോടോ ആരോടും ഞാൻ ചോദിക്കാൻ പോയില്ല. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി, വരികൾക്കിടയിൽ വായിക്കണം, എൻ്റെ അപ്പുറത്ത് കാണുമ്പോൾ പോകണം. അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാളെ പറ്റിയായിരുന്നു മുഴുവൻ വിമർശനവും. വിമർശനം കഴിഞ്ഞ് ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് എല്ലാം ജനാധിപത്യപരമാണല്ലോ കേരളത്തിൽ. നമ്മുടെ എല്ലാ സമ്മേളനങ്ങളും അങ്ങനെയാണല്ലോ. ഇവിടെ നിന്ന് ഇപ്പോൾ 16 ആളെ എലക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ? സമ്മേളനമാണ് എലക്ട് ചെയ്യുക. ജില്ലാ സമ്മേളനത്തിലേക്ക്, ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഏരിയ കമ്മിറ്റി അവിടെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ബാബുവിനെ സെക്രട്ടറി ആക്കിയിട്ടുണ്ട്. അവിടെ 21 കമ്മിറ്റി, ആ 21 കമ്മിറ്റി തെരഞ്ഞെടുത്ത് ആ കമ്മിറ്റിയാണ് പിന്നീട് ചേർന്നിട്ട് 21 ആൾ ചേർന്നിട്ട് ആരാവണം സെക്രട്ടറി തീരുമാനിക്കും, സെക്രട്ടറിയെ തീരുമാനിക്കും. അവിടെ കമ്മിറ്റി തെരഞ്ഞെടുത്തു ഇല്ലേ? അങ്ങനെ അവരും കമ്മിറ്റി എടുത്തപ്പോൾ ആ കമ്മിറ്റിയിൽ 2 ആളെ പേര് വരും. സ്വാഭാവികം. ചിലപ്പോൾ 3 ആളെ പേര് വരും. നിങ്ങൾ മനസ്സിലായിക്കോ, ഞങ്ങളുടെ പാർട്ടിക്കകത്ത് 2 ആളെ പേര് വന്നു, അല്ലെങ്കിൽ 3 ആളെ പേര് വന്നു, ഒരേപോലെ വോട്ട് കിട്ടിയെന്ന് വെച്ചു കേട്ടോ. 2 ആളെ, ഞാൻ 3 ആളെ പറഞ്ഞു. 3 ആളെ പേര് പറയാൻ 2 ആൾ വേണം. ഒരാൾ പറയാനും വേണം, ഒരാൾ പിന്താങ്ങുകയും വേണം. അങ്ങനെ ഒരാൾ പറഞ്ഞു, മറ്റൊരാൾ പിന്താങ്ങി, ഒരാളെ പറഞ്ഞു പിന്താങ്ങി, ഒരാളെ പറഞ്ഞു പിന്താങ്ങി. അപ്പോൾ എത്രയാളായി? സ്ഥാനാർത്ഥികൾ എത്രയായി? സാധുവായ സ്ഥാനാർത്ഥികളുടെ എണ്ണം 3. കൃത്യമായിട്ടുള്ള വോട്ട് 21. 3 ആൾക്കും ഒരേപോലെ വോട്ട് കിട്ടിയെന്നോ? എത്രയായി? 3 ആൾക്കും വോട്ട് 7. എങ്ങനെയാ പിന്നെ സെലക്ട് എടുക്കുക? പറഞ്ഞാട്ടോ, ഞാൻ ഭരണഘടന പറഞ്ഞില്ല, നിങ്ങൾ പറയാം എന്താ ചെയ്യുക? ഇങ്ങനെ ഒരു അവസ്ഥ, ഒരു അന്തരാള ഘട്ടം വന്നിരിക്കുകയാണ്. 3 സ്ഥാനാർത്ഥി മത്സരിച്ചു ഏരിയ സെക്രട്ടറി ആവാൻ. മത്സരിച്ചപ്പോൾ 3 ആൾക്കും ഒരേ വോട്ട് കിട്ടിയിരിക്കുന്നു. 7, 7, 7, 21. എങ്ങനെയാണ് നമ്മൾ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുക? എങ്ങനെ തിരഞ്ഞെടുക്കും? അയ്യോ, നിങ്ങൾക്ക് എല്ലാവരും ഒരേപോലെ വോട്ട് കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഇത് അവസാനിപ്പിച്ച് പോവാണ്, പിന്നെ അറിയിക്കുക എന്ന് പറഞ്ഞ് പിരിയാണോ? എന്താ ചെയ്യുക പിന്നെ? നറുക്കലും ഈ 3 നിരക്കളും. എന്നിട്ട് ആർക്കാണോ നറുക്കം വീണത് അയാളായിരിക്കും സെക്രട്ടറി. തോറ്റാള് തന്നെ, ജയിച്ചാള് തന്നെ. ഇതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷേ ഈ മധുവിന് ഒന്നും മനസ്സിലായിട്ടില്ല. മധു കുറെ കൊല്ലം സെക്രട്ടറി ആയിട്ടുള്ള സത്യം തന്നെയാണ്. അതാ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു, ഇവനെല്ലാം സെക്രട്ടറി ആക്കിയതാണ് ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ശരിയാണ്, ഇവനെയൊക്കെ സെക്രട്ടറി ആക്കി നടത്തിക്കൊണ്ടു പോയതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അത് കടകംപള്ളി പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമുക്കെല്ലാം പറ്റിയ അബദ്ധമാണ്. ഈ പാർട്ടിക്ക് രാഷ്ട്രീയ ഉള്ളടക്കം വേണം, സംഘടനാപരമായ ശേഷി വേണം, കരുത്ത് വേണം. അതിനുവേണ്ടി നല്ല രീതിയിൽ ഉൾപാർട്ടി കരുത്ത് നേടുന്നതിന് വേണ്ടി പ്രവർത്തനം നമുക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട്. തെറ്റായ ഒന്നിനെയും വെച്ചേക്കില്ല. മധുവല്ല, അതിന്റെ അപ്പുറത്ത് ആര് വന്നാലും തെറ്റായ ഒരു നിലപാടിനെയും നമ്മൾ കൂട്ടുനിൽക്കില്ല. ബിപിൻ സി ബാബു
ആ നാട്ടുകാരൻ തന്നെയാണ്. ഞാൻ ആ കമ്പനി പങ്കെടുത്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ കരുതാപ്പള്ളി കമ്പനി ഞാൻ പങ്കെടുത്തത് പോലെ തന്നെ അവിടെ ഞാൻ പങ്കെടുത്തിയാണ്. ആലപ്പുഴ ജില്ലയിലെ ഈ പറയുന്ന കായംകുളം ഏരിയ കമ്മിറ്റി പങ്കെടുത്തപ്പോൾ എന്താ സ്ഥിതി? എൻ്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരാതി ഇവൻ്റെ ഭാര്യയുടേതാണ്. ഇവൻ്റെ ഭാര്യയെ ആക്രമിച്ചു, പരിക്കേൽപ്പിച്ചു, കേസുണ്ട്. ഇവരും ഇവൻ്റെ അമ്മയും. ഇത് നമ്മളെ പാർട്ടീൻ്റെ ഒപ്പം നിൽക്കല്ലേ, പോയാലേ നമുക്ക് എന്തെങ്കിലും നിലപാട് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആ കമ്മിറ്റി പറഞ്ഞു, ഒരൊറ്റ നിലപാട് സ്വീകരിക്കണം, ഒരു വിട്ടുവീഴ്ച ഈ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. ഇവരാണെങ്കിൽ വേറൊരു സ്ത്രീയായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചാണ് ആരോപണം. ആ സ്ത്രീക്കെതിരായിട്ട്, അതായത് ഭാര്യക്കെതിരായിട്ട് കടന്നാക്രമണം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേസ് വന്നത്. ആ കേസൊന്നും പ്രശ്നമില്ലാണ്. സുരേന്ദ്രൻ പ്രശ്നമായിരിക്കില്ല. സുരേന്ദ്രൻ ഇതിനേക്കാളും ഭയങ്കരമായ എന്തെല്ലാം സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്തെല്ലാം കേസ്. പക്ഷേ സംഭവം ഇവിടെ വളരെ അപകടമാണ്. നമ്മൾ പറഞ്ഞു തെറ്റായ ഒന്നിനെയും നമ്മൾ അംഗീകരിച്ചു കൊടുക്കില്ല, അഡ്മിറ്റ് ചെയ്യില്ല. ബിപിൻ ബാസുവല്ല, അതിൻ്റെ അപ്പുറത്തുള്ള ആരായാലും. അങ്ങനെ വന്നപ്പോഴാണ് ഗത്യന്തരില്ല എന്ന് വന്നപ്പോൾ ഞാൻ BJP-യിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഒന്നും നഷ്ടപ്പെടില്ല. ഇങ്ങനെയുള്ള ജീർണമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉൾക്കൊള്ളാനാവാത്ത, നമ്മൾ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോയാൽ ആ പാർട്ടി ഗൗരവപൂർണമായ പാർട്ടിയായി ശക്തിയായി മുന്നോട്ടേക്ക് വരിക ചെയ്യുക. ജീർണത അവസാനിക്കും, നല്ല ആരോഗ്യം വരും പാർട്ടി ആരോഗ്യപരമാവും. ഇങ്ങനെയുള്ള തെറ്റായ ജീർണമായ എല്ലാറ്റിനെയും നമുക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം. അത് തന്നെയാണ് മധുവിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, എല്ലാ കാര്യവും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതായാലും പോയി കിട്ടിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് അടിസ്ഥാനപരമായിട്ട് ഊർജം നൽകുന്ന ഒന്നാണ് എന്ന കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം. മാധ്യമങ്ങൾക്ക് എഴുതാം. ഇതൊക്കെ അവർക്ക് വേണ്ടത്, അതുകൊണ്ട് ഞാൻ ഇതെല്ലാം പറയുന്നത്. എഴുതിക്കോളൂ, ഊർജം പാർട്ടിക്ക് അനുകൂലമായിട്ട് മാറും. അതുകൊണ്ട് തെറ്റായ എല്ലാ പ്രവണതയെയും അവസാനിപ്പിച്ച് പാർട്ടിയെ കനക്ട് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. അത് ഒരു ദിവസത്തേക്ക്, ഒരു സമ്മേളന കാലയളവിലേക്കുള്ളതല്ല, ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അടിമുടി പാർട്ടി ആ ദൗത്യത്തിലേക്കാണ് മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത്. അതിന് എല്ലാവിധ ജനങ്ങളുടെ പിന്തുണയുണ്ട്. ആ പിന്തുണയാണ് ഓരോ റാലിയിലും പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് സമ്മേളനം പൂർത്തിയാക്കാൻ ഈ പാർട്ടിക്ക് കരുത്ത് നൽകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സമ്മേളനം വമ്പിച്ച വിജയമാക്കി തീർത്ത മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുക.